പാരൻസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഫ്രൈഡേ ഒരു 12 o'clock കഴിഞ്ഞെടുക്കണം നമ്മളിവിടെ എത്തുമ്പോൾ കേട്ടോ. മക്കളുടെ ക്ലാസ് ഉണ്ട്, അന്ന് 10:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേനും ഉമ്മ ഇവിടെ മക്കൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാങ്ങ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അവർ വന്നപ്പോഴത്തേനും കണ്ടതും അത് തന്നെയായിരുന്നു. അങ്ങനെ അവരത് കഴിക്കുമ്പോഴത്തേനും ഉപ്പയും അനിയനും കൂടെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ നല്ല ചിക്കൻ തൈറ്റേഷ് പാലസിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു റൈസാണത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമുക്ക് അതായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല, അവർ കുറേ ആയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഉപ്പയും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ആ മക്കളുടെ ക്ലാസ് കാരണം നമുക്ക് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ടുള്ള അവരുടെ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ നല്ല തൈറ്റേഷും പിന്നെ റേറ്റും നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ റൂമിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കും. ഉപ്പയും ഉമ്മയും അനിയനും മക്കളും എല്ലാവരും കൂടെ ഇങ്ങനെ കിടക്കും. ആ കുറേ നേരം അങ്ങോട്ട് ഒരു കളിയാക്കിയിട്ടും അത് നല്ല ടൈമാണ് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പഴയ കാര്യങ്ങളും എല്ലാം കൂടെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഇതാണ്. അവിടെ പോയിട്ടുണ്ടെച്ചെങ്കിൽ ചിരിച്ച് ചിരിച്ച് നമ്മുടെ വാഴക്കടയും മാഷാഅല്ലാ രസമാണ്, നല്ല രസമാണ്. അവിടെ പോയിട്ടുണ്ടെച്ചെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കളിയാക്കി നമ്മളോരോ കാര്യങ്ങൾ ചെറുപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം കിടന്ന് പിന്നെ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് അനിയൻ അവളെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ വൈഫിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വരുമ്പോൾ ഐസ്ക്രീം ഒക്കെ കൊടുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രാത്രി നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഇറാനി റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവിടെ പ്ലേ ഏരിയയിൽ മക്കൾ കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ അത് കളിച്ചോട്ടെ, ഫുഡ് വരാൻ അത്യാവശ്യം ടൈം എടുക്കും. ഒരു 15 മിനിറ്റ്സോളം എടുക്കുന്നുണ്ട് നമ്മളെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വരാൻ. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ ആ ലൈനിൽ. അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫുഡൊക്കെ എത്തി. നല്ല നമ്മൾ മിക്സ് ഗ്രില്ലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ എത്തി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണ തിരക്കായി. മക്കളൊക്കെ വന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസം ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിൽ പിറ്റേ ദിവസം അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ആക്ച്വലി ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ്ങിലാണ്, മോർണിംഗിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈവനിങ്ങിലാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പം നല്ല ചട്ടിപ്പത്തിരിയും, എനിക്ക് നല്ല ഇഷ്ടമാണ് ചട്ടിപ്പത്തിരി. അപ്പം അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് പഴംപൊരി, ഉമ്മയുടേത് കേട്ടോ. അപ്പോൾ ഉമ്മ എനിക്ക് പഴംപൊരി ഉണ്ടാക്കി, അനിയനിക്ക് ചട്ടിപ്പത്തിരി. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് രണ്ടും. ഒന്നും കൂടെ ഇഷ്ടം ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പോണത് ജബൽ ഹഫീത്തിലേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ പ്ലാൻ ആക്കിയത് എന്താ വെച്ചാൽ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ പോയിരുന്നിട്ട് മക്കൾക്ക് പാർക്കിൽ കളിക്കുകയും ചെയ്യാം, നമുക്ക് അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ ജബൽ ഹഫീത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ അത്രയും ആ കാണുന്ന മുകളിലേക്ക് എത്തണം നമുക്ക്. അപ്പോൾ നല്ല രസമുള്ളൊരു നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. വലിയ ചൂടും ഇല്ല, എന്നാൽ വലിയ തണുപ്പും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പായി. നമുക്കിന്ന് ചിക്കൻ
ഗ്രേവി 65 ആയിരുന്നു. അത് ഉമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കുന്ന 65. അത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുബൂസ് ഉണ്ടായിരുന്നു, പൊറാട്ട ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പ്ലേ ഏരിയയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ നമ്മളുടെ അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഓടയിൽ കൂടെ ഇങ്ങനെ ചൂടുവെള്ളം, അത് നമ്മുടെ തണുപ്പുള്ള ക്ലൈമറ്റിലും ചൂടുവെള്ളം തന്നെ വരിക, എത്ര ചൂടുള്ള ടൈമിലും ചൂടുവെള്ളം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പ്ലിങ്ങസി ആയിട്ട് ഞങ്ങൾ പറഞ്ഞ് അവിടെ കളിക്കാനുള്ള വേറൊരു പേ ചെയ്തിട്ട് കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ മക്കളായിട്ട് അവിടെ പോവാണ് ചെയ്തത് കേട്ടോ. പിന്നെ മക്കളവിടെ കളിച്ച് 1 hour അവിടെ കളിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെയുള്ള എല്ലാ റൈഡിലും ഒരുവിധം ഊഞ്ഞാലിലൊക്കെ കയറി നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് കേട്ടോ. 2 ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ സൺഡേ നമ്മൾ തിരിച്ച് ഷാർജയ്ക്ക് തന്നെ വരിക ചെയ്തത്. അപ്പോൾ അന്ന് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് പിന്നെ ഫുഡ് കഴിച്ച് നോർമൽ ഇതുപോലൊക്കെ തന്നെ. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ മൺഡേസിലും വെനസ്ഡേ, ഫ്രൈഡേ ഈ 3 ദിവസങ്ങളാണ് നമ്മൾ വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.